അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയെ വിളിച്ചുകൊണ്ട്, അലാ അദുല്ലുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, പറഞ്ഞു തരട്ടെയോ, അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട നിധിയെ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, അതെ ബലായ റസൂലുള്ളാഹ്, പറഞ്ഞു തരണം. ആ സ്വർഗത്തിൻ്റെ നിധി ദുനിയാവിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? 99 രോഗങ്ങൾക്കുള്ള പരിഹാരമാണത്. 99 രോഗങ്ങളുടെ മരുന്നാണ്. 99 രോഗത്തിൽ ഏറ്റവും ചെറുതാണ് ഐസറുഹൽ ഹമ്മു. അതിലേറ്റവും ചെറിയ രോഗമാണ് ടെൻഷൻ എന്നുള്ളത്. ടെൻഷൻ എന്നുള്ളത് ചെറിയതാണ്. അങ്ങനെയുള്ള 99 രോഗങ്ങൾക്ക് ശമനമായിരിക്കുന്ന ദിക്ർ ഏതാണ്? 99 എന്ന് പറഞ്ഞത് 100ാമത്തത് ഇല്ലേ എന്ന് ചില ആൾ ചോദിക്കും. 100ാമത്തത് എന്ന് പറയുന്ന മരണമാണ്. മരണമല്ലാത്ത എല്ലാത്തിനും, എല്ലാ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ സ്വർഗത്തിൻ്റെ നിധിയാകുന്ന ഈ ദിക്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ദിക്ർ ഏതാണ്? നമുക്കെല്ലാം പരിചയമുള്ള ഒരു ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ നിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. 99 രോഗങ്ങൾക്കുള്ള ശമനം ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ദിക്റുകൾ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നാം ജീവിതത്തിൽ ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ നിധി നേടിക്കൊണ്ട് ഭൗതികമായ ലോകത്ത് ഏറ്റവും ചെറിയ ഈ 99 രോഗത്തിൽ ചെറിയത് ടെൻഷൻ എന്നാണ് പറഞ്ഞത്. ഏതൊരാൾക്കും ടെൻഷൻ മൂലമാണ് എല്ലാ രോഗങ്ങളും വരുത്തി വെക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറുന്ന വലിയ ഒരു മഹാ അത്ഭുതമായ ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളം വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് നാം അത് പറയുന്നവരാണ്. ബാങ്കിൽ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ ഇത് മറുപടിയായി നാം പറയുന്നു. അത് ശ്രദ്ധയോടെ പറഞ്ഞ് ഒരുപാട് തവണ പറഞ്ഞ് നമ്മളുടെ ആഖിറത്തിൻ്റെ കാര്യത്തിൽ വളരെ നന്മകൾ ഒരുക്കി വെക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.